ഹലോ ഗൈസ്, ഇന്ന് എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് കപ്പയും ഫിഷ് കറിയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ നല്ലോണം വേവണ കപ്പയാണെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫിഷ് കറിയും കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പ. ഇനി നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിക്ക് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവയും കൂടെ, വെളിച്ചെണ്ണ പറഞ്ഞ് ചൂടായിട്ട് ഉലുവയും കടുകും കൂടെ ഒക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുകയോളം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടെ അയച്ചാടെ എടുക്കട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി വരുമ്പോഴേക്ക് ഉള്ളി നന്നായി വാടിയതിന് ശേഷം തക്കാളി ഇട്ടെടുക്കട്ടോ. തക്കാളി വെന്ത് നന്നായി ഇറക്കി കൊടുത്തിട്ടാണ് തക്കാളി നന്നായി വെന്ത് വടിയും. പിന്നെ നമുക്ക് മൂടിയിടട്ടോ. പിന്നെ മൂടി ഉറമാക്കട്ടോ. മൂടി ഉറക്കുമ്പോൾ തക്കാളി നന്നായി വെന്തടങ്ങി നന്നായി വെന്തടഞ്ഞതിന് വാളംപുളി വെള്ളത്തിൽ ഇട്ടതായി പാർന്നു വെക്കാം. വാളംപുളിയാണ് ഇട്ടത്. വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇവിടെ ഉണ്ടാക്കിയ വാളംപുളി തന്നെ അത് തീനിക്കാണ്ട് ഇട്ട് കൊടുക്കുക. പുളി വെള്ളം കൂടെ പാർന്നെടുക്കുക. വാളംപുളി പാകത്തിന് കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ച് 2 ടീസ്പൂൺ മുളകും പൊടി, കുറച്ച് മുളകും, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഫിഷ് മസാലപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. പാകത്തിന് ഉപ്പും മല്ലിപ്പൊടി ഇടല്ലേ. ചിലവർക്ക് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇടല്ലേ. ഇവിടെ ആർക്കും മല്ലിപ്പൊടി ഇഷ്ടമില്ല. മല്ലിപ്പൊടി ഇത് നല്ലോണം തളിച്ചിട്ട് ഇടട്ടോ. മീൻ കഴുകി വൃത്തിയാക്കി അത് തളിച്ചിട്ട് മീൻ കഴുകി വൃത്തിയാക്കി അതും കൂടെ ഇട്ടെടുത്തിട്ടോ. അതും കൂടെ ഇട്ടെടുത്ത് ഇനി ഇത് അടച്ച് വെക്കട്ടെ. നോൽമ്പറക്കാനായിട്ടുള്ള അതിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.